ഗുരുവായൂർ അമ്പലത്തിലെ രാത്രിയിൽ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അമ്പലത്തിൽ പോയത്. ഫയർ വർക്സിന്റെ ഒക്കെ ഇടയിൽ ശിവലിംഗത്തിന്റെ മോമിന്റെ ഒക്കെ പാരച്ചൂട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു. അപ്പൊ രാവിലെ ഞാൻ വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലേ? ഇനി വെടിക്കെട്ട് ഒന്ന് കണ്ടു നോക്കൂ. ഞാനപ്പോ രാവിലെ 5:30 ആയപ്പോഴേക്കും അമ്പലത്തിൽ വന്നതിന് ശേഷം തിരിച്ചെന്നെ പപ്പ വന്ന് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. വീട്ടിൽ ചെന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെയും അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ട് കോളേജിലുള്ള എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവന് ഇതൊരു ഉത്സവം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്സവമൊക്കെ കാണിച്ചു. ഇവിടെ ആനയുടെ എന്താണ് ഉത്സവം കാണാത്തവനോട് ആനയുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആനപ്പിണ്ടോ എന്നൊക്കെ പറയും. അത് കാരണം അവന് ഇനി വാ തുറക്കാതിരിക്കാൻ 2 കപ്പലണ്ടി പൊതിയൊക്കെ മേടിച്ചു കൊടുത്ത അവിടെ അവന് കപ്പലണ്ടി കൊടുത്ത ഗ്യാപ്പിൽ ഞാൻ നോക്കിയപ്പോ ആനയൊക്കെ വന്ന് നിരന്ന് നിൽക്കുന്നു. എല്ലാരും ഭയങ്കര കൊട്ടും കാഴ്ച. ഒന്നാമത്തെ കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് ഉത്സവത്തിനൊക്കെ ഇത്രയും രാത്രി നിൽക്കുന്നത്. പക്ഷെ അതിന്റെ വൈബൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ഒരു 10 മണി 10:30 ആയപ്പോഴേക്കും ഞങ്ങൾ എല്ലാരും കാത്തിരുന്ന കാത്തിരിപ്പിന് വിരാമമായി ആ വെടിക്കെട്ട് സ്റ്റാർട്ട്. വെടിക്കെട്ടൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് ഇത്ര അടുത്തുനിന്ന് കാണുന്നതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും എന്റെ മുഖത്തുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഫയർ വർക്സിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ പാരച്ചൂട്ട് പോകുന്ന ആ ഒരു സംഭവം. ഓമും ശിവലിംഗവും പിന്നെ വേറെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്കത് മനസ്സിലായില്ല കേട്ടോ. ദേ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ, ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്യാം. എന്നാലും ഇത്രയും കാലത്ത് വീടിന്റെ അടുത്തൊരു ഉത്സവം നടന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും രാത്രി നിന്ന് വെടിക്കെട്ടൊക്കെ കാണുന്നത്. ഇത്രയും കാലം ഇത് മിസ്സായല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത ഉത്സവത്തിന് കാണാം കേട്ടോ.